ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രീതാസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ട്രിവാൻഡ്രം സ്റ്റൈല് ബോളിയും നമുക്ക് പാൽ പായസവും സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. നമ്മുടെ കടല പായസം വയ്ക്കുന്ന അതേ കടലയാണ്, 1/2 കിലോ കടലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ കടലപ്പരിപ്പ് നമുക്ക് 2-3 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കാം. നമുക്കത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേവിച്ചിട്ട് ഊറ്റി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു 3 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം. 1 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം 2 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കളറിന് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവമാണ് വേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഒരു വലിയ സ്പൂൺ നിറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നല്ലെണ്ണ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും നെയ്യും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ ചേർത്താലും നമ്മുടെ ബോളിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തൊന്നുമില്ല. നല്ലെണ്ണ ചേർത്താലും മാവ് ഒന്ന് നല്ലതുപോലെ പരുവം വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു മയം വരാനും സോഫ്റ്റ് ആകാനും വേണ്ടിയാണ് നമ്മൾ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1/2 മണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വയ്ക്കുന്നിടത്തോളം അത് സോഫ്റ്റായി കിട്ടും. ഇപ്പം നമ്മുടെ കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട്. നമ്മൾ വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റി വച്ചിട്ടുള്ളതാണ്. 1/2 കിലോ കടലയ്ക്ക് നമുക്ക് 1/2 കിലോ പഞ്ചസാരയാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് കറക്റ്റ് മധുരമാണ്. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പിൽ നമ്മുടെ മധുരം ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത്. അല്ലാതെ ഇത് വരട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് കടലപ്പരിപ്പ് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ഇത് അടിച്ചെടുക്കേണ്ടതാണ്. പഞ്ചസാര ഒന്ന് ഉരുക്കി കിട്ടണം. ഈ സമയത്ത് നമുക്ക് ബോളിക്ക് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടാനായിട്ട് ജാതിക്ക കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. 1/2 കിലോ കടലയ്ക്ക് 1 ജാതിക്കയുടെ പകുതി പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു കടലപ്പരിപ്പും പഞ്ചസാരയും ഒരുപാട് തിക്ക് പരുവമാവുന്നത് വരെ ഇത് ഇളക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് തിക്കായി പോയാൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇത് അടിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. വേറെ വെള്ളം ഒന്നും ചേർക്കാതെ വേണം, നമ്മൾ ഒരു തരി പോലും ഇല്ലാതെ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. തരി ഉണ്ടായിരുന്നാൽ നമ്മൾ ബോളി പരത്തിയെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകും, നല്ലൊരു ഷേപ്പിന് കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് അരച്ചെടുക്കുന്നത് മെയിനായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക, അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ ഗ്യാസ് അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഒരുപാട് തിക്കായിൽ അരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മൾ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊരല്പം എണ്ണ തടകിയതിന് ശേഷം വലുതായിട്ടോ ചെറുതായിട്ടോ നമുക്ക് ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. നമ്മൾ കടലമാവ് എടുക്കുന്നതിൻ്റെ നേർ പകുതി മാത്രമേ മൈദമാവ് എടുക്കാൻ പാടുള്ളൂ. നമ്മൾ ബോളിക്ക് കൂടുതൽ കടലമാവും ഒരല്പം മൈദമാവ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കടലമാവ് ഇതേപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മൈദമാവ് കുഴച്ച് വെച്ചിരിക്കുന്നത് നല്ലൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മുടെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക. മൈദമാവ് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് പരത്തി കിട്ടും. നമുക്ക് പരത്തി എടുക്കാനും സിമ്പിളാണ്. അത് ഇതേപോലെ ആക്കുന്ന സമയത്ത് നന്നായിട്ടത് പരന്ന് വരും. കണ്ടോ, ഇനി നമ്മൾ ബോളുകളായിട്ട് ഉരുട്ടി വെച്ചിരിക്കുന്ന കടലമാവ് ഇതിൻ്റെ അകത്തേക്ക് വച്ചതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. മൈദമാവ് ഇങ്ങനെ വരിഞ്ഞ് വരും. നമ്മൾ കവർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു മൈദമാവ് മാറ്റി കൊടുക്കണം. നമ്മുടെ മൈദമാവ് ഒരുപാടായിരുന്നാൽ ആ ഒരു ഭാഗം നമ്മുടെ ചപ്പാത്തി പോലെ കട്ടിയായിട്ടിരിക്കും. കടലമാവ് ഉള്ള ഭാഗം സോഫ്റ്റായിട്ടും മറ്റത് കട്ടിയായിട്ടും ഇരിക്കും. ഇനി കയ്യിൽ വെച്ച് പരത്താൻ ബുദ്ധിമുട്ടായി തോന്നുന്നവർക്ക് നമ്മുടെ ചപ്പാത്തി കല്ലിൽ ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. നല്ലതുപോലെ ഇതൊന്ന് പരന്ന് വരും. അതിനുശേഷം നമ്മുടെ കൈവെള്ളയിലെടുത്ത് ഓരോ ഉരുളകളായിട്ട് വെച്ച് കൊടുത്ത് നമുക്കിത് കവർ ചെയ്തെടുക്കാവുന്നതാണ്.
അതിനുശേഷവും ഇതിലും ബാക്കി വരുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിതേപോലെ ബാക്കി വരും. സ്ഥിരമായിട്ട് ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഇത്രത്തോളം ബാലൻസ് ഒന്നും വരത്തില്ലായിരിക്കാം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ബാലൻസ് വരും. ബാലൻസ് മാറ്റിയതിന് ശേഷം നമ്മുടെ കൈവളയിൽ വെച്ച് നല്ലതുപോലെ ഇതൊന്ന് ഷേപ്പിന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ 10 എണ്ണം ഉരുട്ടി എടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ സമയത്ത് നമ്മൾ മറ്റൊരു അടുപ്പിലേക്ക് പാൽപ്പായസവും റെഡിയാക്കുന്നുണ്ട്. പാൽ തിളപ്പിക്കാൻ വച്ചതിന് ശേഷം അരി കൂടി കഴുകിയിട്ട് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് വേകട്ടെ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് മൈദപ്പൊടിയിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ പൊടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പൊടി മിക്സ് ചെയ്യാതെ നമുക്ക് പരത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ചുട്ടെടുക്കുന്നതിന് മുൻപേ ഈ പൊടി തട്ടി കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പൊടി തട്ടി കളഞ്ഞതിന് ശേഷം ചുട്ടെടുത്താലും മതി. അപ്പം ഞാൻ നല്ലതുപോലെ നല്ല തിന്നായിട്ട് നമ്മളിത് പരത്തിയെടുക്കണം. നമ്മൾ കടലപ്പരിപ്പ് നല്ലതുപോലെ അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. നമുക്കിത് പരത്തിയെടുക്കാനും പറ്റത്തില്ല, പൊടിഞ്ഞൊക്കെ പോവും. കണ്ടോ, ഞാനിപ്പോൾ ഇളക്കിയെടുക്കുന്നത് കണ്ടോ? ഈ ഭാഗത്ത് കണ്ടോ ഒരല്പം ആ കല്ലിൽ പിടിച്ചിട്ടുണ്ട്. അത് കടലമാവ് നല്ലതുപോലെ അരയാത്തത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിനൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടിന്നിൻ്റെ അടപ്പൊക്കെ വെച്ച് ഇതേപോലെ കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഒരല്പം നെയ്യൊന്ന് 2 സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടല്ല, ഒരല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങ് തട്ടിക്കളയാവുന്നതേ ഉള്ളൂ. നമ്മുടെ സോഫ്റ്റായിട്ടുള്ള ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പരത്തുന്ന സമയത്തും കണ്ടോ നമ്മുടെ ഈ നടുക്ക് ഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. നടുക്ക് ഭാഗത്താണ് കൂടുതൽ കടലമാവും, സൈഡിലാണ് നമ്മുടെ മൈദമാവും വരേണ്ടത്. മൈദമാവ് കൂടുതലായാൽ ചപ്പാത്തി പോലെ കട്ടിയായിട്ടിരിക്കും. ഇപ്പം നമ്മുടെ പാൽപ്പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാൽപ്പായസവും ബോളിയും കൂട്ടി കഴിക്കണം. വാവ്, സൂപ്പർ ടേസ്റ്റ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നിനും മറക്കരുത്. എല്ലാവരും ഒന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ബോളി തയ്യാറാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.